രാജമണ്ണാർ തിരിച്ചു വരുമ്പോ വെറുതെ ദുറയാക്കാം. രാജമണ്ണാർ തിരിച്ചു വരുമ്പോ വെറുതെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോവാ നീ അവനെ? ഹായ് ഗൈസ്, പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ മൈക്ക് വേറെ, വീഡിയോ വേറെ, സ്ക്രീൻ റെക്കോർഡ് വേറെ വേറെതൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര പാടാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ 1700 റേറ്റിംഗ് ആണുള്ളത്. ഒരു 100 റേറ്റിംഗ് കൂടി സുമ്മാ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ 1 കയറാൻ പറ്റും. നാളെ ആണെങ്കിലും മറ്റേ സാധനമാവും, മറ്റേ റീസെറ്റ് ആവും. അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല, വെറുതെ പുഷ് ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് രാത്രി ഇന്ന് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുത്താലോന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ നൈറ്റൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയത്രയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 1 മണിയായി. 1 മണിക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഡെഡിക്കേഷനാണ് ഈ ചാനലിനോട്. തമാശല്ലേ, ഞാനല്ലാതെ വേറെ ആരും എൻ്റെ ചാനലിനെ കുറിച്ച് പറയില്ല. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നു. വീഡിയോ 1 മണിക്ക് ഷൂട്ട് ചെയ്ത് 2 മണി 3 മണിയൊക്കെ എഡിറ്റൊക്കെ ചെയ്തിട്ട് നാളെ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വൈകുന്നേരം 5 മണിക്കൊക്കെ സ്കൂളൊക്കെ വിട്ടല്ലേ കോളേജൊക്കെ വിട്ടെന്ന് കാണും. നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇനി വയസ്സ് അപ്പോൾ നമുക്ക് ഓപ്പണൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. റൂമിനിക്ക് തന്നെയാണ് ഫസ്റ്റ് ലെവലിൽ നമ്മൾ കയറ്റി വിടുന്നത്. മെസ്സിനെ അടക്കുന്നുണ്ട് വയസ്സ്, ലുസസ്കിന് പകരം. പിന്നെ റൂബൻ ഡിയാസ് ഫോമിലുണ്ട്. ഓപ്പണൻ്റ് സ്കോഡ് നോക്കട്ടെ. ഓപ്പണൻ്റ് എംബാപ്പെ, പെഡ്രി, ഇവനുണ്ട്. സലയുണ്ട്. സല ബ്ലിസ്കറിലാണോ അതോ ഇപ്പം വന്ന സാധനമാണെന്ന് അറിയില്ല. എന്തായാലും സാധനം സീന് സ്കോഡാണ്, ഫോർവേഡാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂബൻ ഡിയാസിന് ഇട്ടുകൊണ്ട് വലിയ പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. എനിവേ ഗൈസ്, നമുക്കപ്പം ഇത് ജയിച്ച് റാങ്കിങ് മേലേക്ക് കയറണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിവേ കയറാൻ നോക്കാം ഗൈസ്. അപ്പോൾ കളി നോക്കാം ഗൈസ്. നല്ല ടാസ്ക്കാണ് കേട്ടോ ഇത് കളിക്കൽ, വേറെ ചെറിയ പണിയൊന്നുമല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഓപ്പണൻറ്റിനാണ് ടച്ച്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു അറ്റാക്കിംഗ് മോഡിൽ ഇട്ടോ ഗൈസ്. ബോൾ കിട്ടിയില്ല ഗൈസ്. സെവലൻസ് അഗെയിൻ ഗൈസ്. അപ്പം നല്ല ഡിഫൻസ്, നല്ല ഇൻ്റർസെപ്ഷനൊക്കെ വരുന്നുണ്ട് നമ്മളതിൽ. മെസ്സി ഇല്ല പോകാൻ പറ്റില്ല. മാർക്കിനസ്, മെസ്സി അഗെയിൻ, എംബാപ്പെ. എടാ മെസ്സിയാ, ഓ മൈ ഗാഡ്. പവാഡ ബോൾ എടുക്കണം. ഫൗൾ. എന്ത് ചെയ്തിട്ടാടാ ഈ ഫൗള്? നമ്മൾ എന്ത് ചെയ്തിട്ട് ഈ ഫൗള്? നല്ല ഗ്രെയിൻസ് ഉണ്ടാകും ഗൈസ് വീഡിയോക്ക്. അതിന് ഇത് ചെറുങ്ങല്ലേ കാണും, കുറേ താലില്ലേ, മറ്റേ കണ്ണാടി കൂട്ടിനുള്ളിലല്ലേ വീഡിയോ ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എടാ ഞാൻ ആടെ കൊണ്ടേക്കാൻ വെച്ചാൽ മതി. ബെല്ലിങ്ങത്തിൻ്റെ ഈ ഇൻ്റർസെപ്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നമുക്കുണ്ട് വേറെ ആയിരിക്കും. പെഡ്രിയുടെ ഒരു കയറ്റം ഗൈസ്. സാബലൻസോ എടാ ഗൈസ്, ഞാൻ ഇത് പാസ് കൊടുത്ത സാധനമോ? റൂമിയിലേക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ ഗൈസ്. ബെല്ലിംഗാം, ഇറ്റ്സ് മെസ്സി ഗൈസ്. മെസ്സിൻ്റെ ഒരു കിടിലൻ ഷോട്ട്. റൊണാൾഡീനോ, രണ്ടാൾ, അപ്പുറത്ത് മെസ്സി ഇപ്പുറത്ത് റൊണാൾഡീനോ. കിടിലൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. നല്ല പാങ്ങുള്ള സാധനം. ഇറ്റ്സ് ബെല്ലിംഗാം ഗൈസ്. അൺലക്കിയാന്ന് തോന്നുന്നു ഗൈസ്. ഗോളി നല്ല കളിയുണ്ട്. ആരാ ഇവൻ്റെ ഗോളി? ഞാൻ കീപ്പർ നോക്കാൻ വിട്ടുകയല്ല നേരത്തെ. കീപ്പർ നോക്കിയിട്ട് ഞാൻ ശരിക്കും എൻ്റെ മറ്റേ അറ്റാക്കിങ്ങിൻ്റെ സ്ട്രാറ്റജിയിൽ കേട്ടില്ല. മെസ്സിയുള്ളപ്പോൾ എന്തിനാണ് ഇവിടുന്ന് ഞാൻ എൻ്റെ കോർണറിലേക്ക് പോയി ഗൈസ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളൊരു ഇത് ഇരുത്താം, ട്യൂട്ടോറിയൽ ഇരുത്താം. അത് നമ്മൾ ശരി ഇങ്ങനെ വിളിക്കാം. ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ഷോർട്ട് കോർണർ വിളിച്ചിട്ട് നമ്മൾ ഈ ഒരു വലിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് മാറ്റുമ്പോൾ ഒരു അടി അടിക്കുക. അപ്പോൾ നല്ല നേരെ എല്ലായിടത്തേക്ക് പോകും. മിക്കവാറും ഗോളി പിടിക്കും. ഇല്ലെങ്കിൽ ഇതേപോലെ കണ്ട ഗൈസ്. മാക്സിമം ചാൻസസ് ആർ ഹൈ ആണ് ആടുന്ന് ഗോൾ പോകാൻ. എന്താണ് ഇവരെ ബോൾ ഇതാക്കി തരുന്നത് ഗൈസ്. അപ്പോൾ റൊണാൾഡീനോ ഗൗച്ചയും പോകുന്നുണ്ട് അതിൻ്റെ അപ്പുറം. ഓ മാൻ ഇല്ല. സാബലൻസോ ടു മെസ്സി ടു
എംബാപ്പേനെ ഫൗളടാ. എന്തിത് തമാശ. അതിനെ മെസ്സി പറയുന്നുണ്ട് പോയിട്ട് കാർഡ് കൊടുക്കുക പറയാൻ ഓന അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എംബാപ്പേനെ പിടിച്ചു കൊണ്ടിട്ടിന് നിലം പോലെ പൊടിച്ചിന്. ആടോ വീട് നമുക്ക് മെസ്സിനെ കൊണ്ട് എടുപ്പിക്കും ഗൈസ്. മെസ്സിനെ കൊണ്ട് എടുപ്പിക്കുന്ന സാബലൻസിനെ കൊണ്ട് എടുപ്പിക്കും ഗൈസ്. ഇത് പോകുന്നറിയില്ല. പോയാൽ എന്താണ് എപ്പോൾ ഇങ്ങനെ. ഞാൻ ശരിക്കും കിടിലം പോലെ ഫ്രീ കിക്ക് അടിക്കുന്ന മനുഷ്യനാണ്. മാച്ച് റെക്കോർഡ് ചെയ്യാൻ വരുമ്പോൾ മാത്രം ഈ പൊട്ടൽ മെസ്സിനെ കൊണ്ട് എടുപ്പിക്കാമെന്ന് ആദ്യം പറഞ്ഞാലേ ദഫാനെ. എൻ്റെ ഓവറിനല്ലേ സാബലൻസ് ആക്കിയ നീ. അല്ലോ അങ്ങനെയാണ് ഗൈസ് നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുക. കാരണം നമ്മളിതെല്ലാം കുറേ കണ്ടതാണ്. ഡിലൈറ്റ് ഗൈസ്, ഡിലൈറ്റ് ബിൽഡപ്പിൻ്റെ ആശാനാണ് ഡിലൈറ്റ്. അവാർഡ് മെസ്സിൻ്റെ അടുത്ത് മറ്റേ സാധനമൊക്കെ നോക്കി നടന്നിട്ടില്ല. എല്ലാ സംഭവമൊക്കെ നോക്കുന്നതായിട്ടാണല്ലോ. അവിടെ ഇനി കുറച്ച് അതിന് ആ ഒരു ടാറ്റിക്സ് പറയാൻ പോക്കിന് കേസ് കുറച്ച് ഗോളിന് ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരാം മെല്ലെ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ ടൈപ്പ് അടി അടിക്കാൻ നോക്കും. മെല്ലെ ഒരു 2 ഇഞ്ച് മുമ്പിലേക്ക് മാത്രം അത്രേ കയറ്റാൻ പറ്റും കേസ്. അപ്പോൾ ഹാഫ് ടൈം കഴിയുന്നതിന് മുമ്പ് ഒരു ഗോൾ കണ്ടു കേസ്. നമുക്ക് എന്തിനാന്ന് വൈകിക്കുന്നത്, നമുക്കിപ്പം തന്നെ അടിച്ചേ കളയാം. റൂബൻ ഡിയാസ് അഗെയിൻ ഹാഫ് ടൈം കഴിയുന്നതിന് മുമ്പ് കാണണ്ടേന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ പറഞ്ഞു ഹാഫ് ടൈം കഴിയുന്നതിന് മുമ്പ് കാണണ്ടേന്ന്. ഇതാ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകം മൊത്തം നമ്മളൊപ്പം നിൽക്കും. ഞാൻ മറ്റേ സാധനം പറഞ്ഞു മറ്റേ ഇതില്ലടാ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ ദൃഢം നിശ്ചയെടുത്തിനെങ്കിലേ പിന്നെ ഈ ലോകം മൊത്തം നമ്മളൊപ്പം നിൽക്കും നമ്മൾ അറിയാണ്ട്. അതാണ് ഈ ഒരു മറ്റേ സാധനത്തിൻ്റെ പവർ ബൈ സഫ്വാൻ. അപ്പോൾ ഗൈസ് 6 മിനിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തന്നെയാണ് നമ്മൾക്ക് തന്നെയാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ തന്നെയാണ് വിന്ന്. അടുത്ത നമ്മൾ പുതിയൊരു സാധനം ഗൈസ്. ഫസ്റ്റ് ടച്ചിൽ അയ്യോ വേണ്ട വർക്കായിട്ടില്ല. അപ്പോൾ നമ്മൾ ആ സാധനം ഒഴിവാക്കി ഗൈസ്. സലാം അല്ലോ ഹക്കീമി മെസ്സി വെച്ച് ഫൗളാക്കി കളഞ്ഞു. ചെക്കന്മാർക്ക് ചെറിയൊരു പ്രശ്നം നടക്ക്. റൊണാൾഡീനോ ടൊമി മിസ്റ്റേക്കിലാണെങ്കിൽ ബോളിങ് ഇങ്ങനെ കിട്ടും. ടൈമത് പോയി മെസ്സി. ഓ മാൻ, മെസ്സിൻ്റെ അടുത്തുനിന്നൊരു സാധനം കിട്ടുന്നേ ഇല്ല വിചാരിച്ച പോലെ. ഇത് മൂടടക്കെല്ലാം പൊട്ടിച്ചിട്ട് പോകുന്ന നോക്കിയ റൊണാൾഡീനോ ഓൻ്റെ മെസ്സി ഇപ്പം മാജിക് എന്നൊന്ന് കാണിച്ചിട്ട്. എടാ ആ സാധനം ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് മലയാളി ആണെങ്കിൽ നീ എൻ്റെ കളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എംബാപ്പേ എന്താണ് ഈ ഷോട്ടൊന്നും മര്യാദയ്ക്ക് പോകാത്തല്ല ഇങ്ങനെ സേവ് ചെയ്യുന്നത്. എന്തോ ഭാഗ്യം ഓനെ ശരിക്കും ഭാഗ്യം മൂടിയിട്ടുണ്ട്. നല്ലോണം സേവ് പോകുന്നുണ്ട്. ഇനിവേ ഗൈസ്, അപ്പോൾ ഈ മാച്ച് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഇതിൽ നമ്മൾ കയറുന്ന എൻ്റെ ഒരു പ്രതീക്ഷ ഗൈസ്. നമുക്കപ്പോൾ ആരിറക്കണ്ടേന്നറിയോ? സലയിലുണ്ട്. സലനി ഇപ്പോൾ ഇറക്കിയിട്ട് കാര്യമുണ്ടോ വെച്ചാൽ കാര്യമില്ല. ഹാലനെ ഇറക്കുക ഗൈസ്. പിന്നെ ക്രൈഫും കറക്റ്റ്. പിന്നെ ആരുള്ളത്? പിന്നെ ലാംബാർഡ് വേണം. ഡിബ്രൂണി കറക്റ്റ് ഗൈസ്. ഓക്കെ, ഇത്രമാത്രം ആൾക്കാരാണ് നമ്മളിപ്പോൾ കയറുന്നത്. അപ്പം മാൽഡീനി ബാക്കിലും കറക്റ്റ്. അപ്പോൾ ഈ സബ്ബായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനിവേ നമുക്ക് നോക്കാം. ഇതിലൊരു ഗോളും കൂടി അടിച്ചാൽ കിടിലം ഗോളായിരിക്കും. ഞാൻ കിടിലം ഗോൾ അടിക്കാൻ നോക്കാം ഗൈസ്. ഞാൻ എന്തൊരിക്കലും കളിക്കുന്നത്. എനിവേ നമ്മൾ ജയിക്കും ഈ കളി, പഠിക്കുക വേണ്ട. നമ്മൾ ഈ കളി എന്തായാലും ജയിക്കും. അതായത് കോൺഫിഡൻസിലോട്ട് മാത്രമേ ഈ കളിക്കണം. എനിക്ക് നല്ല അഹങ്കാരമുണ്ട്. മറ്റേ കളി ഇതൊരു ഗോൾ അടിച്ചതിൻ്റെ അഹങ്കാരമാണെന്ന് അറിയില്ല. അത് വേണ്ടിനല്ലേ ബെല്ലിംഗത്തിന് വെച്ചിട്ട് മറ്റേ ഷോട്ട് അടിക്കാൻ നോക്കിയത് വെറുതെ. മെസ്സി ഹക്കീമിലേക്ക് ഗോൾ ഇട്ടിട്ടുണ്ടോ? അവന് ബുദ്ധി ഉണ്ടെങ്കിൽ അവന് കൊടുത്തിട്ടാകുമ്പോൾ ഒരു ബുദ്ധിയില്ല. അള്ളാൻ്റെ മച്ച. ഓക്കെ, ക്രൈഫ്
ഡിബ്രൂയിന് എടാ ബെല്ലിംഗം പിന്നെ ആ ഒരുമാതിരി പാസിലെ ശോകം കാണുക, ശോകം പാസ്സായി. റൊണാൾഡോ ഇക്കട ബോള്. അതോ ഇക്കളി നമ്മൾ ജയിക്കും എന്നുള്ള കോൺഫിഡൻസ് മൊത്തം പോയി. അടിച്ച് ഗോളടിച്ച് ലാസ്റ്റ് ടൈമുള്ള ഒപ്പം വിചാരിച്ചു അവൻ കളി ജയിച്ചെന്ന്. പക്ഷെ ഇനിയാണ് കളീൻ്റെ ട്വിസ്റ്റ് വരുന്നത്. അവൻ ഫസ്റ്റ് ടച്ചിൽ ഇപ്പോൾ ഗോൾ നമ്മൾ പഠിക്കും. രോമം നാസിക്കിലെ റിസർവ് ബാങ്കിലെ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, കമ്മട്ടോ, അതെടുത്ത് തൂക്കിയാലും മാരാറിക്കുന്ന തട്ട് താണെന്നെ ഇരിക്കും. ഒരു ഗോൾ ലാസ്റ്റ് ടൈം വീണ് ജസ്റ്റ് ഈടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താണോ കളിച്ചുകൊണ്ടിരുന്നത് ആ കളി തന്നെ കളിക്കും. അതോ സാബിലൻസ് കത്ത് റൂബൻ ഡിയാസ് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഒരു ഗോള് അതിന് നമ്മൾ തിരിച്ചിട്ട് നമ്മൾ കളി ജയിക്കാൻ പോവുകയാണ്. അതോ വൃത്തി പറഞ്ഞു ഇപ്പില്ല. എന്നിട്ട് ഈ സൈഡിൽ വന്നിട്ട് വിങ് കളിക്കുന്ന പോലത്തെ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ടേ, അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, കയറി അടിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഒപ്പം കളിക്കുമ്പോൾ. കളി ജയിച്ചു ഗൈസ്. നല്ല കളിയായിരുന്നു, നല്ലൊരു കിടിലും കളിയായിരുന്നു ഗൈസ്. അപ്പം എന്തായാലും ഈ മാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്നല്ല, കാരണം അത്രയ്ക്ക് വലിയ സംഭവമായിട്ടുള്ള മാച്ചൊന്നുമല്ല. പക്ഷെ എന്നാലും പോലും നമ്മുടെ റാങ്കിങ് മാച്ചിലെ ഒരു ക്രൂഷ്യൽ മാച്ചായി മാറിയ ഒരു മാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മാച്ചിന് അത്യാവശ്യം വാല്യൂ കൊടുക്കണം. അപ്പോൾ 1723 റേറ്റിംഗ് ആയിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മാച്ച് കഴിഞ്ഞാൽ എത്താൻ ചാൻസ് ഉണ്ട്, എവിടെയെങ്കിലായിട്ട് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പം ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളപ്പം 1800 റേറ്റിംഗ് ആയിട്ട് മിക്കവാറും ഇന്ന് രാത്രി കളിച്ചിട്ട് തന്നെ കയറ്റാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കമൻറ്റ് ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഗൈസ് നല്ലൊരു വീഡിയോ വരാം. ബൈ.